നിനക്കു നിഴലായി എന്നെ ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന തോന്നൽ കൊണ്ടെൻ കനവേ. എന്താ നിനക്ക് പറയാനുള്ളത്? ചേച്ചി സ്റ്റോപ്പ് ദിസ് ഡ്രാമ. ഞാൻ എന്ത് ഡ്രാമ കളിച്ചെന്നാ നീ പറയുന്നേ? എന്നെ ഒരു പരിചയമില്ലാത്ത പോലുള്ള നിന്റെ ഈ ആക്ടിങ്ങും, ഞാൻ എന്തിനു വേണ്ടി ഇവിടെ വന്നേന്നും ഇപ്പൊ എന്തിനെ കുറിച്ചാണ് നിന്നോട് സംസാരിക്കുന്നതെന്നും അറിയാത്ത പോലുള്ള നിന്റെ ഈ ടോക്കും. അതെങ്ങനെയാ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതും കേട്ട് പെട്ടിയും പാക്ക് ചെയ്ത് നാട് വിട്ടാ മതിയല്ലോ. ആരെങ്കിലും അല്ല, നിന്റെ ആ പണക്കാരൻ തന്ത. അയാളല്ലേ എന്നെ ഇല്ലാത്ത പെണ്ണുകസിലും കുടുക്കി ജയിലിലിട്ടെ. ഓക്കെ ഫൈൻ, എന്റെ അച്ഛൻ. ബട്ട് നീ അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനന്ന് വിളിച്ചിട്ട് നീ ഫോൺ എടുത്തു. ആ കേസ് മറ്റുള്ളവരെ പോലെ ഞാനും വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചു കാണുമല്ലേ? ഈ 3 years ഞാൻ എങ്ങനെയാ നാട്ടിൽ നിന്നതെന്ന് നിനക്കറിയൂ. നീ എന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നപ്പോ ഞാൻ കരുതി നിനക്കതിന് കഴിയാഞ്ഞിട്ടാകുമെന്ന്. ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ വന്നത് നിന്നെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാനാ. അത് നിനക്കും അറിയാം. അപ്പോഴും അതെ ഇപ്പോഴും അതെ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ നിന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നോടുള്ള നിന്റെ ഇഷ്ടം പോലും എന്റെ അച്ഛന്റെ ഒരു വാക്കിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞത് ശരിയാ, നീ തെളിയിച്ചു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അളക്കാൻ മാത്രം ആയിട്ടില്ല, നീയും നിന്റെ തന്തയൊന്നും. ആ സ്നേഹം അളക്കാൻ നീ നിൽക്കണ്ട, തോറ്റു പോകത്തേ ഉള്ളൂ നീ. ജിഷ്ണു, ഇത് മാത്രം കേട്ടാൽ മതി എനിക്ക്. ഇനി ഞാൻ വെയിറ്റ് ചെയ്തോളാം, എത്ര വേണേലും. എന്തിനാ എന്നോടൊന്നും പറയാതെ പോയെ? ഞാൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ ചെന്നൈയിലോട്ട് പഠിക്കാൻ പോയെ? എന്റെ 4 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്കെല്ലാം പാരന്റ്സിനോട് പറയാന്നല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ നീ എന്തിനാ നമ്മുടെ കാര്യം സംസാരിക്കാൻ നിന്നേ? അച്ഛൻ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷെ അതിന് സമയം എടുക്കുമെന്ന് എനിക്കറിയാം. അതല്ല, എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് വരാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അതുവരെ നിന്നോടൊന്ന് ക്ഷമിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്നെ ഒഴിവാക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ചു അല്ലേ? ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചതല്ല. പക്ഷേ നിന്റെ അച്ഛൻ നമ്മുടെ റിലേഷൻഷിപ്പ് പറഞ്ഞ് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയോ ഞാൻ ആളോട് എതിർത്ത് സംസാരിച്ചേ. പക്ഷെ ആളതിനെന്നെ ഇങ്ങനൊരു കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതും പോരാഞ്ഞിട്ട് വീട്ടുകാരുടെ പ്രഷറും എല്ലാം കൂടെ ആയപ്പോൾ റൂബന എന്നെ ജയിലിൽ നിർത്താൻ ഹെൽപ്പ് ചെയ്തു. അവന് കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം മൊത്തം ഞാൻ ആ വഴിക്കുള്ളിൽ തീർക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് എന്റെ പാരന്റ്സ് റൂബൻ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ അവരെ കൂടെ പോയത്. അതൊരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലായിരുന്നു, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. നീയും എല്ലാവരും പോലെ അത് വിശ്വസിച്ചു. ഞാൻ പേടിച്ചു. ഇത്രേ ഉള്ളായിരുന്നുള്ളൂ എന്നോടുള്ള നിന്റെ വിശ്വാസം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഞാൻ അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും അല്ല, നിന്റെ അച്ഛനല്ലേ. നിനക്ക് നിന്റെ അച്ഛനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനെ സങ്കടപ്പെടുത്താൻ നീ ഒരിക്കലും നോക്കില്ലെന്ന് പറയാം. അതുകൊണ്ടാ പിന്നെ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നെ. ആര് പറഞ്ഞു എന്റെ അച്ഛനെ എനിക്ക് സങ്കടപ്പെടുത്താൻ പറ്റില്ലെന്ന്? ശരിയാ, എന്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് കരുതി അച്ഛൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ എന്നെക്കൂടെ പറ്റില്ല. ഇത് എന്റെ ലൈഫാണ്. അതെങ്ങനെ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ അച്ഛനല്ല. അച്ഛൻ എന്നെ വളർത്തി വലുതാക്കി. അതുകൊണ്ടാ ഞാൻ ആ 4 വർഷം ചെന്നൈ പോയി പഠിക്കാൻ തീരുമാനിച്ചത്. അത് അച്ഛന് വേണ്ടി എന്ന് കരുതിയിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാ അച്ഛനോട് ഞാൻ വാശി പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിന്നും കൊണ്ട് പോവാൻ. എന്നെയും കൊണ്ടോ? എന്തിന്? ഇല്ല, ഇനി നാട്ടിലോട്ട് ഞാനില്ല. നീ വരണം എൻ്റെ കൂടെ ഒരു വട്ടം. എൻ്റെ പാരൻസിന് മുന്നിൽ എനിക്ക് നിന്നെ കൊണ്ടുപോയി നിർത്തണം.
അവരോട് പറയണം ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന്. നിന്റെ കൂടെ അല്ലാതെ ഒരു ജീവിതം എനിക്കില്ലാന്ന്. അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. എനിക്കറിയാം അച്ഛൻ ആദ്യം സമ്മതിക്കില്ലാന്ന്. പക്ഷേ അച്ഛനക്ക് ഞാനായില്ല. സോ അച്ഛൻ സമ്മതിക്കും. അമ്മക്കൊരു കുഴപ്പമില്ല. അച്ഛനാ വാശി. അച്ഛനെ പറഞ്ഞ് സമ്മതിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എൻ്റെ കൂടെ ഒന്ന് വന്ന് നിന്നാൽ മാത്രം മതി. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ അച്ഛൻ കാരനാണ് നീയും ജയ്സൽ ബ്രോയും തമ്മിൽ പിരിഞ്ഞതെന്ന്. അപ്പോ നിങ്ങൾ നാളെ നാട്ടിൽ പോവാല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക് ബ്രോ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. എന്നിട്ട് വേണം നിങ്ങളുടെ മാരേജ് നമുക്ക് അടിച്ചു പൊളിക്കാൻ. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് പറ. ഞങ്ങളുടെ കാര്യത്തെ കുറിച്ചോ? ഏത് ഞങ്ങള്? നീയും ബോസും തന്നെ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാറിന് നിന്നോടുള്ള അപ്രോച്ചില് ഒരു വശപ്പശകില്ലേ? എന്ത് വശപ്പശക്? എടാ, അങ്ങേർക്ക് നിന്നോട് ക്രഷ് ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എന്ത് ക്രഷോ? ആ, ഇനി ഡോൺ പടത്തില് ശിവാങ്കി പറഞ്ഞ പോലെ ക്രഷ് എന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ടി വരുമോ? അതല്ല, ഇച്ചാൻ അങ്ങനെ ഒന്നും എന്നോടില്ല. അപ്പോ നിനക്കോ? നീ പോയേ. അങ്ങനെ ടോപ്പിക്ക് മാറ്റാതെ കാര്യം പറ. നിനക്കുമല്ലോ. ഞാനേ അർഹിക്കുന്നത് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. സോ നമ്മളെ വിട്ടേക്ക്. അപ്പോ ബോസ് നിനക്ക് അർഹിക്കുന്നതാണേൽ നീ ഒന്ന് നോക്കിയനെ അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് പോയേ നീ. ഇത് ഞാൻ പിടിച്ചോളാം. നീ ഇപ്പോ എന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിന്റെ കാര്യം സെറ്റിൽ ചെയ്യാൻ നോക്ക്. എബി, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുക. ജയ്സലിനെയും വിഷ്ണുവിനെയും ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. നീ വരുന്നു? നമുക്ക് ഒരുമിച്ച് പോകാം. ഇല്ല ചായ, ജയ്സൽ ബ്രോ നാളെ മുതൽ ലീവായ കാരണം എനിക്ക് ഡബിൾ ഡ്യൂട്ടിയാണ്. സോ നാളത്തെ കുറച്ച് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാനുണ്ട്. അതിനെന്തായാലും ടൈം എടുക്കും. ഇച്ചായം പോയിട്ട് വാ. എന്നാൽ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നിന്നെ പിക്ക് ചെയ്യാൻ വരാം. ഏയ്, അത് വേണ്ട ചായ, ഞാനൊരു ക്യാബ് വിളിച്ച് വന്നോളാം. ഇച്ചായ നേരെ വീട്ടിലോട്ട് പോക്കോ. ഞാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവും. വർക്ക് ഉണ്ടെന്ന് കരുതി ഓവർ ടൈം വർക്ക് ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് വീട്ടിലെത്തിയേക്കണം. ഓ ശരി സർ, ഞാൻ ഓവർ ടൈം ഒന്നും എടുക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം. ഞാൻ വരുമ്പോഴേക്കും ഇച്ചയെ നല്ല ഫുഡ് ഉണ്ടാക്കി വെക്ക്. ഓക്കെ ഡൺ. ഓക്കെ എന്നാ, ബൈ. നാട്ടിലെത്തിയ എല്ലാം റെഡിയായ പാടെ എന്നെ വിളിക്കണം. ഓക്കേടാ, ഞാൻ വിളിക്കാം. സാറ് പോയില്ലേ? ഞാൻ എങ്ങനെ പോവാനാ? ഇത്രയും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള നിന്നെപ്പോലെ ഒരാളിരുന്ന് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോ അത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ വീട്ടിൽ പോവാ? സോ ഇന്നത്തെ നൈറ്റ് അത് നമുക്ക് ഒരുമിച്ച് കൂടാം അല്ലേ എബി?
സാർ എന്തൊക്കെയാ പറയുന്നത്? സാർ വഴിന്ന് മാറി, എനിക്ക് പോണം. ഇന്നത്തെ നൈറ്റ് എന്റെ കൂടെ ഷെയർ ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഇവൻ ഈ ഒരു കാര്യത്തില് ബോസിനെ കട്ടി എത്രയോ ബെറ്ററാണ്. അത് ഞാൻ നിനക്കിന്ന് പ്രൂവ് ചെയ്ത് തരാം. ഇവിടെ ചിലര് പറയുന്നത് ശരിയാ, നിന്നെപ്പോലൊരു ഉഗ്രനായിട്ട് അടുത്ത് നിൽക്കുമ്പോ എങ്ങനെയാ കൺട്രോൾ പോവാതിരിക്കുക. സോ ബോസിനെ കുറ്റം പറയുന്നതില് ഒരു കാര്യമല്ല. നീ അത്രക്കും ടെംപ്റ്റിങ്. സ്റ്റോപ്പ് ഇറ്റ്. ഇത് ബോസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാനിട്ടാ. ബോസല്ലേ പറഞ്ഞു നിന്നെ ഒന്ന് കണ്ടു പഠിക്കാൻ. സോ ഞാനും ഒന്ന് പഠിക്കട്ടെ നിന്നെ നന്നായിട്ട്. വീട്, എന്നെ വീട്. Leave me, you bastard. ഇവനെ എന്താ ഇത്രയും നേരമായിട്ട് കാണാത്തെ? ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഇച്ഛയ പ്ലീസ് ഹെൽപ്പ് മീ. വാട്ട്? അയാള് വരുന്നുണ്ട്. അയാൾ എന്നെ ആര് വരുന്നുണ്ടെന്ന്? അയാൾ എന്നെ ഉപദ്രവിപ്പിച്ചായ. പ്ലീസ്. എബി നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിൽ ഇച്ഛയുടെ ക്യാബിലുണ്ട്. എനിക്ക് പേടിയാവും ഇച്ഛായ. അയാൾ എന്നെ നശിപ്പിക്കും, എന്നെ കൊണ്ടുപോകും. ഇച്ഛായ പ്ലീസ് ഒന്ന് പെട്ടെന്ന് വായോ. എബി കൂൾ ഡൗൺ, ഓക്കെ? ഡോണ്ട് വറി, സ്റ്റേ സേഫ്. ഞാനിപ്പോ എത്താം. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. മോൻ വെറുതെ കിടന്ന് വാശി പിടിക്കാതെ എനിക്ക് വഴങ്ങുന്നതല്ലേ നല്ലത്. ഇതിപ്പോ നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൂടി അറിയിക്കുന്നു? സാം, യു ബാസ്റ്റർഡ്. എബി നീ ഓക്കെ അല്ലേ? yeah, I'm okay. എബി ഇച്ഛായ ഇച്ഛാനുണ്ട് നിന്റെ കൂടെ? ഒന്നുമില്ല, ഓക്കെ? ഇച്ഛായ അയാളെന്നെ ഇച്ഛായ നമുക്ക് പോവാം ഇവിടുന്ന്. എനിക്കിവിടെ നിൽക്കണ്ട ഇച്ഛായ, നമുക്ക് പോവാം. എനിക്ക് പറ്റും. അയാളെന്നെ ഓക്കെ എബി ഡോണ്ട് ക്രൈ. നീ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തിയാന്നൊന്നും ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. അതുപോലെ ഈ കേസ് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. സോ ടേക്ക് ദി ആക്ഷൻ. ഞാൻ നാളെ ഓഫീസിലോട്ട് വരാം. ഓക്കെ.
ഡി ഇവൻ എന്താ നമ്മുടെ മോന്റെ കൂടെ? അവനെ കാണാനും കൊണ്ടുവരാനല്ലേ മനുഷ്യ നമ്മുടെ മോൻ അങ്ങോട്ട് പോയത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ വെച്ച് എന്തേലും പറയാൻ നിൽക്കണ്ട. മോനെ ഇവൻ അച്ഛ, ഇവിടുന്ന് ഒരു ചോദ്യം ചെയ്യൽ വേണ്ട. വീട്ടിലെത്തുന്നവരെ അച്ഛൻ വാ തുറക്കരുത്. ഇനി അഥവാ വാ തുറന്നാ ഞാൻ അടുത്ത ഫ്ലൈറ്റിന് റിട്ടേൺ പോകും. എന്നാലും ഇവൻ ഞാൻ പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കും മനുഷ്യ, അല്ലേ അവൻ അങ്ങ് പോകും. അത് വേണോ? വേണ്ട. എന്നാ പിന്നെ വാ തുറക്കരുത്. അച്ഛാ, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാ, ഞാനൊരു ഗേ ആവാൻ കാരണം ഇവനല്ല എന്ന്. എനിക്ക് ചൈൽഡ്ഹുഡ് മുതലേ ബോയ്സിനോടാ ക്രഷ് അടിച്ചേ. അത് ഞാൻ അച്ഛനോട് പറഞ്ഞതുവാ. അതുമല്ല, ഇവനോടുള്ള എൻ്റെ ഇഷ്ടം അത് വെറും ഒരു ക്രഷും അല്ല. എൻ്റെ ലൈഫ് ഞാൻ ഇവൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ്. ശരിയാ, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് നിങ്ങൾക്ക് ഞാൻ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണോ ആഗ്രഹം? അതോ ഏതെങ്കിലും രണ്ട് നാട്ടുകാർ പറയുന്നത് കേട്ട് നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ അഭിമാനം പോകരുതെന്ന് കരുതി എന്റെ സന്തോഷവും ജീവിതവും ഒക്കെ ഇട്ടെറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഹാപ്പിയാണെന്ന് അഭിനയിച്ച് ഉള്ളിൽ ഉരുകി ജീവിക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? പറ അച്ഛാ, അതാണോ നിങ്ങൾക്ക് ആഗ്രഹം? മോനെ, എനിക്കറിയാം അച്ഛാ, ഞാനെന്ന് വെച്ചാ നിങ്ങൾക്ക് ജീവനാണെന്ന്. എന്റെ സന്തോഷം നിങ്ങൾക്ക് വലുതെന്നു. ജെയ്സൽ അവനാ അച്ഛ എന്റെ ലൈഫ്. ഞാൻ അവന്റെ കൂടെ ജീവിച്ചോട്ടെ. അമ്മ അവനെ അക്സെപ്റ്റ് ചെയ്തില്ലേ, അതുപോലെ അച്ഛനും എന്നെ പോലെ ഒരു മകനായി എന്റെ ലൈഫ് പാർട്ട്ണറായി അവനെ കണ്ടൂടെ? പ്ലീസ് അച്ഛ, അച്ഛന്റെ മോന് വേണ്ടിയല്ലേ. ഞാൻ സോറിടാ. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിച്ചോളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. അച്ഛനോട് ക്ഷമിക്കടാന്ന്. അച്ഛ, ഇത് എനിക്കറിയാലോ എൻ്റെ അച്ഛനെ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇങ്ങോട്ട് ഇവനെ വിളിച്ചുകൊണ്ട് വന്നേ. മോനെ ജെയ്സർ, സോറിടാ. ഞാൻ നിന്നോടും നിന്റെ ഫാമിലിയോടും ചെയ്തത് വലിയ തെറ്റാ. എന്നോട് നീ ക്ഷമിക്കും മോനെ. ഞാനൊരു പഴയ ചിന്താഗതിക്കാരനാ. നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു. എന്നോട് ക്ഷമിക്കുമോനെ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അച്ഛൻ്റെ മകനോടുള്ള ഇഷ്ടത്തിന് പുറത്ത് ചെയ്തതല്ലേ, എനിക്ക് മനസ്സിലാവും.